താനാണോ സുനിൽ ശർമ്മ? സൂര്യ, എനിക്കറിയാം. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. മാനസ കാണിച്ചിട്ടുണ്ട്. ചോദിക്കാൻ പറയാനും ആളില്ലാന്ന് വിചാരിച്ചു. എന്താ സൂര്യ ഇത്? കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? സത്യം പറഞ്ഞ സൂര്യ എന്നെ കണ്ട ഉടനെ രണ്ടെണ്ണം പൊട്ടിക്കുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ എന്റെ പ്രതീക്ഷ നടന്നില്ല. എന്നാ പിന്നെ രണ്ടെണ്ണം ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യ. ഇവരെ മറ്റെന്തോ പ്ലാനായിട്ടാവുന്നിരിക്കുന്നേ. നോക്ക്, മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോണം. ഇല്ലെങ്കിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അച്ഛാ, ഇവൻ ഇവിടെ വന്ന് ഇന്ന് തന്നെ പോവും. സോറി സൂര്യ, ഞാൻ ഇവിടെ നിന്ന് പോകുന്നെങ്കിൽ എന്നോടൊപ്പം മാനസേ ഉണ്ടാവും. നിന്റെ നോട്ടം കണ്ടതൊന്നും ഞാൻ അവനെ വിളിച്ചു വരുത്തിയെന്ന്. എന്താ മനസ്സ്, നിനക്ക് പ്രണയിക്കാൻ ഇവനെ കിട്ടിയുള്ളൂ? ഇവരെ കണ്ടാൽ തന്നെ പക്ക ഫ്രോഡാണെന്ന് തോന്നുന്നുണ്ട്. ഫ്രോഡാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സൂര്യ, ഞാൻ അത് സഹിച്ചോളാം. ഇവനോടൊന്നും അത് സംസാരിക്കേണ്ട സൂര്യ. നമ്മൾ സംസാരിച്ച ഇവനോട് മോന്തക്കൊന്നും കൊടുക്കേണ്ടി വരും. സൂര്യ, എനിക്കിവിടെ താമസിക്കണമെന്നോ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒരു താല്പര്യമില്ല. മാനസ എനിക്ക് വേണം. ഇവളില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നീ ഇവിടുന്ന് പോകുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെ നിങ്ങൾ ഇവിടുന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കിയ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമോ നിങ്ങൾ കരുതണ്ട. ആ നിമിഷം ഞാൻ കേസ് കൊടുക്കും. എന്റെ പെണ്ണിനെ ബലമായി വീട്ടു തടങ്കലിലാക്കിയെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. മാനസ എന്താണെന്നും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അത്രയും മതി ഏത് കോടതി എന്റെ കൂടെ നിൽക്കാൻ. മാനസ, ഇവൻ പറയുന്നതൊക്കെ നീ കേട്ടല്ലോ. ഇനി ഇവൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ ജീവിതം വെച്ചാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് മാനസ നീ എന്ത് ചെയ്യുന്ന പറഞ്ഞു വരുന്നേ? അതപ്പോ അറിഞ്ഞാ മതി ഭാവന. എനിക്ക് ഭാവനയോട് സൂര്യോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. വെറുതെ അതില്ലാതാക്കരുത്. നിന്റെ ബഹുമാനം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? ബഹുമാനം തരേണ്ടത് എന്റെ കടമയാണ്. അത് സ്വീകരിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ അറിയുന്ന പോലെ മാനസെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കണ്ടോ, ദേവം പോയി മോനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇന്നിവിടെ പലതും നടക്കുവാ ചേട്ടാ. സുല്ലേ, നീ മാനസയെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ മാനസയാ തീരുമാനിക്കേണ്ടത് നിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്. മതി, മാനസ തീരുമാനിച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്റെ തീരുമാനം ഞാൻ എത്ര തവണ സുനിലോട് പറഞ്ഞു. എന്താ മാനസ, നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറുന്നത്? നിന്റെ പേരില് ഈ വീട് ഇഷ്ടദാനം തന്നോണ്ടാണോ? എന്നാ നമുക്കിത് വേണ്ട, തിരികെ എഴുതി കൊടുത്തേക്ക്. ആവശ്യത്തിനുള്ള സ്വത്ത് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയിട്ടുണ്ട്.
നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാൻ മനസ്സാ. അല്ലാതെ നീയും നമ്മുടെ കുഞ്ഞും വെറുതെ ഇവിടെ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സുനിൽ ഇനി എങ്ങനെയൊക്കെ നിർബന്ധിച്ചാലും ഞാൻ വരില്ല. ദേ, വെറുതെ സുനിലിന്റെ കുഞ്ഞാണെന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ടാ, ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനത്തെ നീ ചോദ്യം ചെയ്യുന്ന ഓർമ്മ വേണം. ഞാനതിന് കള്ളൊന്നും പറഞ്ഞില്ലല്ലോ സൂര്യ. മാനസയുടെ വയറ്റിലെ കുഞ്ഞ് എന്റെ കുഞ്ഞ് തന്നെയാണെന്ന് വ്യക്തമായ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ ഞാനിത് പറയുന്നത്. അല്ലാന്ന് മാനസ പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. സൂര്യ, ഈ പറയുന്നൊന്നും വിശ്വസിക്കരുത്. മാനസ, അതിന് ഞാനിവിടെ പറഞ്ഞത് കള്ളമാണെന്നാണോ താൻ പറയുന്നത്? ശരി, തന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ തലയെ തൊട്ട് നിനക്ക് സത്യം ചെയ്യാൻ പറ്റുമോ? ഞാനും താനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഇല്ലായിരുന്നെന്ന്. അയ്യോ അവിടെ നിൽക്കൂ. പറയുന്ന എന്തോന്നൊന്ന് കേൾക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട,